പോകുന്നത് എന്താണ് തണ്ടപ്പേര് അല്ലെങ്കിൽ എന്താണ് യുണീക്ക് തണ്ടപ്പേര്, എപ്പോഴൊക്കെയാണ് തണ്ടപ്പേരിൻ്റെ ആവശ്യകത, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് തണ്ടപ്പേര് നോക്കാം. അപ്പോൾ തണ്ടപ്പേർ നമ്പർ എന്ന് പറയുന്നത് റവന്യൂ റെക്കോർഡിൽ, അതായത് വില്ലേജ് ഓഫീസിൽ വസ്തു ഉടയന് അതിൻ്റെ ഉടമസ്ഥാവകാശം നൽകുന്ന ന്യൂമറിക്കലും ആൽഫബറ്റിക്കലോടും ചേർന്ന ഒരു നമ്പറിനാണ് തണ്ടപ്പേർ നമ്പർ എന്ന് പറയുന്നത്. കൂടുതലായും ന്യൂമറിക്കലായിരിക്കും, ആൽഫബറ്റ് ചില കേസിലൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം എന്താണ് യുണീക്ക് തണ്ടപ്പേര്? മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് 10 വസ്തു ഉണ്ടെങ്കിൽ 10 തണ്ടപ്പേർ നമ്പറായിരുന്നു ലഭ്യമാകുന്നത്. ഇപ്പം അത് മാറി ഈ 10 വസ്തു ഒറ്റ തണ്ടപ്പേർ നമ്പറിൽ ആയി, അതായത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒറ്റ തണ്ടപ്പേർ നമ്പറായിരിക്കും ഈ 10 വസ്തുവും അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു കോമൺ നമ്പറിനാണ് യുണീക്ക് തണ്ടപ്പേർ നമ്പർ എന്ന് പറയുന്നത്. അപ്പം നിലവിലത് പലയിടത്തും ആയി വരുന്നതേ ഉള്ളൂ. സർക്കാരിൻ്റെ റെക്കോർഡ് കിട്ടുന്നതനുസരിച്ചിട്ട് ആ വ്യക്തിയുടെ പേരിൽ അവരുടെ വസ്തുവെല്ലാം ഒറ്റ തണ്ടപ്പേരിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ഫ്യൂച്ചർ ഈ സിസ്റ്റത്തിലേക്ക് മാറും, ഈ യുണീക്ക് തണ്ടപ്പേർ നമ്പറിലേക്ക് മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തണ്ടപ്പേർ നമ്പർ എന്താണ്, യുണീക്ക് തണ്ടപ്പേർ നമ്പർ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്കായി പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അനീഷ് തുളസീധർ. ബൈ.